നമസ്കാരം. അയോധ്യയിൽ എല്ലാം പുതുമയായി മാറിയിരുന്നു. ദശരഥൻ്റെ രാജ്യത്തിൽ ഭഗവാന്റെ സാന്നിധ്യം പോലെ തുടിച്ചു നിന്നു ബാലരാമൻ. രാമൻ ചെറുപ്പത്തിൽ തന്നെ ധൈര്യത്തിലും വിനയത്തിലും എല്ലാവരെയും ആകർഷിച്ചിരുന്നു. ലക്ഷ്മണൻ എന്ന സഹോദരൻ ഒപ്പം നിന്നു, ഒരിക്കലും വിട്ടുപോയില്ല. സ്നേഹവും നിഷ്ഠയും നിറഞ്ഞ ആ ബന്ധം രാമൻ്റെ ബാല്യകാലം ഭദ്രമാക്കി. ബാലരാമന്മാർ എല്ലാ വിദ്യകൾ പഠിക്കാൻ മുതിർന്നു. അതിനായി അവർ ചേർന്നത് വശിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ. ഗുരുവിൻ്റെ പാദത്തിൽ അധ്വാനം ചെയ്യാനും ആത്മശുദ്ധിയോടെ പഠിക്കാനും തയ്യാറായി അവർ. രാവണനെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു ദൈവികത രാമൻ്റെ ഓരോ പ്രവൃത്തിയിലും നിശബ്ദമായി വളർന്നു വന്നിരുന്നു. സത്യത്തോടും ധർമ്മത്തോടും ഒറ്റയോട്ടം ജീവിച്ച ആ ബാലനായ രാജകുമാരനാണ് പിന്നീട് ലോകത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭഗവാനായി മാറിയത്. രാമൻ്റെ ബാല്യം ഒരു ശുദ്ധമായ കാലഘട്ടം, ഒരു ദൈവികയുടെ തുടക്കമായിരുന്നു.